ഹായ് എവരിവൺ, വെൽക്കം ടു എഫാത്ത ഡിസൈൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കസ്റ്റമൈഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു അലിയ കട്ട് വിത്ത് പാൻറ്റ് ആൻഡ് ഷോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവർ പറഞ്ഞ കളർ ഇതായിരുന്നു, ഒരു ബ്രൗൺ കളറിലുള്ള ഒരു മെറ്റീരിയൽ ജോർജറ്റിലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം വിചാരിച്ച് ഇതിൽ ചെയ്താൽ ബോറാവുന്നു, കാരണം കുട്ടി നല്ല കളറുണ്ട്, പക്ഷേ ഭയങ്കര പ്ലെയിൻ ഒന്നുമില്ല, വർക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു ലേസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങി. ഔട്ട്പുട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഞാൻ എൻഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കട്ടിങ് ടേബിളിൽ വെച്ചിട്ട് അത് മാർക്ക് ചെയ്ത് പുള്ളി അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്ലീറ്റ്സ് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതിന് പ്ലീറ്റ് സെറ്റ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടാണ്. അതിൻ്റെ ഓരോ പ്ലീറ്റും 2-3 ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഓരോ പ്ലീറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ അയൺ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. നല്ല പാടാണ് ചെയ്യാൻ, പക്ഷേ നല്ല നീറ്റിൽ പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് അത് ഓരോ പ്ലീറ്റ് ഇങ്ങനെ പിടിച്ച് നമ്മൾ നല്ലപോലെ നീറ്റായിട്ട് അയൺ ചെയ്യും. എന്നാലും അത് കറക്റ്റ് പ്ലീറ്റ് നല്ലപോലെ ഭംഗി ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കസ്റ്റമറിന് ഒരു പാൻറ്റും പിന്നെ അലിയ കട്ട് സെറ്റും ഷോളുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ആകെ ഒരു എക്സ്ട്രാ വരുന്നതെന്ന് പറയുന്ന ഒരു ലേസ് മാത്രമാണ് കേട്ടോ, ഷോളിൻ്റെ എൻഡിലായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇങ്ങനെ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫോൾഡ് ചെയ്തിട്ട് ഒരു വീഡിയോ കസ്റ്റമറിന് അയച്ചു കൊടുത്തു. ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഉള്ളത് മാത്രം ഒരു വീഡിയോ എടുത്ത് കൊടുത്ത് അയച്ചപ്പോൾ തന്നെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം പുള്ളിക്കാരി ഇട്ടിട്ടുള്ള ഫോട്ടോയും കൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.